You face corruption at every step. ഓരോ ചുവടുവെപ്പിലും സർക്കാരിന്റെ ഓരോ മുന്നേറ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതിയുടെ കൂമ്പാരമാണ്. And it's very clear. Every child in Kerala has now understood this. That the CPM government, the LDF government has become a completely corrupt government which works more for corporate entities than it does for the people of Kerala. ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം CPIM നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നും കുത്തക മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും. And a very strange thing is happening because all of us who raise our voices against the Prime Minister's policies, against the BJP, we have cases on us. We have ED cases, income tax cases. Rahul ji, who used to be your MP before me, has so many cases. He has to travel all around India, go to courts and appear in courts. But the strange thing is that after all this corruption, the Chief Minister of Kerala doesn't have even one single case against him put by the central government and the agencies. വിചിത്രമായ ഒരു കാര്യം നോക്കിയേ, ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ BJPക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ, മറുശബ്ദം ഉയർത്തുന്നവരെയെല്ലാം കേന്ദ്ര ഏജൻസികളായ ED പോലെയുള്ളത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്, അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതിയിൽ കുളിച്ചു നിൽക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ ഒരൊറ്റ കേസ് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടിയെടുക്കുന്നില്ല. So it's very clear that they have a secret deal, that they both work together for their own political benefit. അപ്പോൾ കൃത്യമായി നമുക്കറിയാം അവര് തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ടെന്നും പരസ്പര രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ കൈ ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുകയാണെന്നും. The LDF has been in power here for 10 years. ഇടതുപക്ഷം LDF സർക്കാർ ഇവിടെ 10 വർഷമായി അധികാരത്തിലുണ്ട്. If you look at the last 10 years of your life, can you say that your lives have become easier, better? You have got the support of government. All the people who are running these shops and businesses here, can they say that the policies of the LDF have helped them to earn better in these 10 years? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 10 വർഷം കൊണ്ട് LDF നേതൃത്വം കൊടുത്ത ഈ 10 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമായോ, കൂടുതൽ സുഖപ്രദമായോ? പ്രത്യേകിച്ച് ഈ കച്ചവടക്കാരെ, വഴിയോര കച്ചവടക്കാരെ എല്ലാം ഞാൻ കാണുന്നു. ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാരിന്റെ കൈത്താങ്ങ്, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? The truth is that every single person I talk to, no matter who it is, whether it is the tribal communities, whether it is from any other community, each one says life has become much harder. Prices have gone up, jobs are more difficult to get. You may be educated, but you cannot find employment. If you want to start a business, there's no support from government. Taxes have gone up. ഓരോരുത്തരെ, അത് ഗോത്രവർഗക്കാരായിക്കോട്ടെ, മറ്റ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായിക്കോട്ടെ, ഓരോരുത്തരായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഓരോ 10 വർഷത്തിൽ ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ജീവിതം കൂടുതൽ സങ്കീർണമാവുകയാണ്, കൂടുതൽ കലുഷിതമാവുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ തൊഴിലില്ല, കുതിച്ചു കയറുന്ന നികുതി പണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നതിനെ കുറിച്ചാണ് ഓരോ മുക്കിലും മൂലയിലും മനുഷ്യർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. And there is so much that needs to be done which has not been done in the last 10 years. I think the time has come for all of you to reflect on these 10 years of your lives and to see whether this is what you want for another 5 years. പ്രിയപ്പെട്ടവരെ, സമയമാഗതമായിരിക്കുകയാണ്. ഈ 10 വർഷത്തെ ദുരന്തങ്ങൾക്ക് അവസാനം കുറിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. Because if this carries on for another 5 years, your state is going to be in great difficulty. ഇതേ ദുർഭരണം, ഈ ദുർഭരണം 5 വർഷം കൂടിയും തുടർന്നാൽ എത്രമാത്രം പ്രശ്നത്തേക്കാണ് ഈ സംസ്ഥാനം പോവുകയെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. Problems are increasing. പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. They are not getting better. And in fact, with the war in the Middle East, things are going to become even more difficult in the near future. ഇനി വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ മധ്യപൂർവ്വ ഏഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെല്ലാം ഈ അവസ്ഥയെ, ഈ ദുരന്തങ്ങളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. So you need a strong leadership at this time, a government with a vision,
a government that has a plan to make you move forward for your children to have a brighter future. And the UDF is prepared to do that. നമുക്കിപ്പോൾ ആവശ്യം കരുത്തുറ്റ ഒരു നേതൃനിരയാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന കാഴ്ചപ്പാടുള്ള നമ്മുടെ അടുത്ത തലമുറയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സർക്കാരിനെ, ഒരു ഭരണകൂടത്തെയാണ് നമുക്കിപ്പോൾ ആവശ്യം. And to begin with, to support you through these difficult times, we have taken out 5 guarantees which I want to tell you about. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരങ്ങൾ കാണാൻ തുടക്കം എന്ന പോലെ നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിലേറുകയാണെങ്കിൽ ഒരു തുടക്കം എന്ന പോലെ 5 ഗ്യാരണ്ടികളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. So the first is free bus travel across the state for all my sisters. ഒന്നാമത് കേരളത്തിലെ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തും. The second is 1,000 rupees per month for all college going girls. രണ്ടാമത് കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് നൽകും. The third is 3,000 rupees per month welfare pension for all senior citizens and a ministry specially for senior citizens. മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി ഉയർത്തുമെന്നതും അവരുടെ സുരക്ഷിതത്വം ആശങ്കകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപം കൊടുക്കുകയും ചെയ്യും. The fourth is a push for young people to create employment. So if young men and women want to open their own small businesses, we will give them a loan, an interest-free loan of 5 lakh rupees so that they can make a start. സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒരു ചെറിയ കൈത്താങ് എന്ന പോലെ തുടക്കത്തിനു വേണ്ടി, തുടക്കം കരുതലോടുകൂടി ആകുന്നതിന് വേണ്ടി 5 ലക്ഷം വായ്പയില്ലാതെ സ്റ്റാർട്ടപ്പ് ലോണുകൾ നൽകും. And the fifth is that we will give 25 lakhs of health insurance to each household. That means whatever illness you have, whether there is a member of the family who has cancer or heart disease, or even if it's a serious surgery required, up to 25 lakhs will be paid by the government. You will not have to pay a single rupee up to 25 lakhs. ആരോഗ്യ മേഖലയില് നമ്മൾ നേരിടുന്ന പ്രശ്നം അത് ശസ്ത്രക്രിയയായിക്കോട്ടെ, മറ്റ് ചികിത്സാ കാര്യങ്ങളായിക്കോട്ടെ, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ UDF ഗവൺമെന്റ് ഉറപ്പു നൽകും. So these are just some of the things that we want to do for you. We have a vision, a plan to create a vibrant economy, to attract more tourists here, to be able to build on the businesses that you have already started, and to have you start new businesses. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ്, ഒരു തുടക്കത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ സംരംഭകരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആയിരം വികസന പദ്ധതികൾ UDF ഗവൺമെന്റ് മുന്നോട്ട് വെക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. We want to open a world-class tribal university here in Wayanad. We have put it in our manifesto to celebrate tribal culture, to keep your traditions and your culture alive, your languages alive, and to provide the best opportunities for those children who don't get the educational opportunities that they should. ഗോത്രവർഗത്തിന്റെ സംസ്കാരത്തെ, ഭാഷയെ, പാരമ്പര്യത്തെ ആഘോഷമാക്കുന്നതിന് വേണ്ടി വയനാടിന്റെ മണ്ണിൽ ലോകോത്തര നിലവാരമുള്ള ട്രൈബൽ യൂണിവേഴ്സിറ്റി നമ്മൾ ആരംഭിക്കും. So we want to do a lot. Strengthen our hands. Support. Where is T. Siddiqui ji? Support T. Siddiqui ji. You know that he is hardworking. You know that you can reach him whenever is required. My only complaint of him is that he works too much. ഇവിടെ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി ഒരു സർക്കാരിനെ നമുക്ക് ഉണ്ടാക്കണം, നമുക്ക് ഭരണത്തിലേറ്റണം. ടി സിദ്ദിഖ് MLA കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരേ ഒരു പരാതിയുള്ളൂ. അദ്ദേഹം കൂടുതൽ അധ്വാനിക്കുന്നു. അദ്ദേഹം എല്ലാവർക്കും, ഓരോ മനുഷ്യർക്കും, ഓരോ വോട്ടർമാർക്കും നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ്. And I saw myself how hard he worked after the tragedy in Churalmala Mundakai, and he has been available for the victims of that tragedy, always bringing their problems to me, and together we try to resolve them. I think he is a good MLA and he will be very useful to you in the future as well.
each vote of yours will count, because if we can make a government in the state, there is so much that together we will be able to do, especially for you here in Kalpetta. എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ആ ദിവസം, ആ ഇരുണ്ട രാത്രിയിൽ ചൂരൽമല മുണ്ടക്കയ ദുരന്തം സംഭവിച്ച ദിവസം അവിടെ ആദ്യം ഓടിയെത്തിയ മനുഷ്യന്റെ പേര് ടി സിദ്ദിഖ് എന്നാണ്. ഓടിയെത്തുക മാത്രമല്ല, ദിവസങ്ങളോളം ഊണുമുറക്കമില്ലാതെ ഒരുപോലെ കണ്ണടയ്ക്കാതെ അവിടുത്തെ മനുഷ്യർക്ക് കാവൽ നിന്ന ജനപ്രതിനിധിയാണ് ടി സിദ്ദിഖ്. So thank you very, very much for coming here and listening to me in this heat. I hope that on the 9th, when you go to vote, you will remember my words. You must vote for the future of your own families. Vote in your own interest. Think of what the future will bring for you and cast your vote for those who care about you, those who are going to do an honest, good job of governance in Kerala. ഈ പൊരിവെയിലത്ത് എന്നെ കാത്തു നിന്ന നിങ്ങളെ, എന്നെ ശ്രവിച്ച നിങ്ങളെ ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. ഏപ്രിൽ മാസം 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൃത്യമായി ആലോചിച്ച് നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ സാധിക്കുന്ന ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിനെ അധികാരമേറ്റാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. Thank you very much. Jai Hind. നന്ദി. ജയ് ഹിന്ദ്.